ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിളായിട്ടുള്ള ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ്, ഒരു പൊറോട്ട സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. ഇതിനകത്തുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ നല്ല സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊറോട്ട സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. എപ്പോഴും പൊറോട്ട സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പം ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടി ചെയ്യുവാണെങ്കിൽ നമ്മുടെ പൊറോട്ട സാൻഡ്വിച്ച് നല്ല സ്പെഷ്യലാകും. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസും ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ക്യാബേജ് ഇതുപോലെ കത്തിയോണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പം ആ ഒരു കറക്റ്റ് ഇത് കിട്ടില്ല. അപ്പം ഞാൻ കത്തിയോണ്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആവുന്നത്. അതുപോലെ സവോള നമുക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കത് വഴറ്റിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്യാബേജ് നമ്മൾ വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. നമ്മൾ റോ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ചിക്കൻ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, വലിയ ജീരകപ്പൊടി, ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ചിക്കനിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഊറി വരും. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉപ്പ് പുളിയൊക്കെ ഒന്ന് പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഇതുപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറഞ്ഞ വെളിച്ചെണ്ണയിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ചിക്കനിന് വെള്ളം ഊറി വരും ചെറിയ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ. പിന്നെ ലെറ്റൂസ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെറ്റൂസും കൂടി വെക്കുന്നുണ്ട്. അതും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഉണ്ടാവും, പക്ഷേ ഫ്രൈ ചെയ്യുമ്പം ആ എണ്ണയിൽ മസാലയൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേ എണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. ഒരു ഷാലോ ഫ്രൈ ആണ് നമുക്ക് ഇങ്ങനത്തെ ആവശ്യത്തിന് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മളിതിലോട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കനാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം സവോളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഇങ്ങോട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ സമൂസയിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തക്കാളിയുടെ കൂടെ, തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വന്നാൽ മാത്രം ഇതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് ഡ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ സാധാരണ ഈ പൊറോട്ട സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സോസൊക്കെ ആഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടാവും. അതിനേക്കാളൊക്കെ എത്രയോ ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു നാടൻ ടച്ച് വരും. ഇങ്ങനെ ഒരു തവണ നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ശരിക്കും ഒന്ന് മനസ്സിലാവുള്ളൂ. ഇനി ഇതിലോട്ടൊരു സോസ് ഉണ്ടാക്കാനുണ്ട്. മയണൈസ് മാത്രം ആക്കിയാലും കുഴപ്പമില്ല. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മയണൈസും കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരു റെഡ് കളർ മയണൈസ് ഉണ്ടാക്കുവാണ്, ഒരു സ്പൈസി മയണൈസ് ഉണ്ടാക്കുവാണ്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് മയണൈസ് മാത്രം എടുത്താലും മതി. പിന്നെ പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട തിരിച്ചിട്ട് കൊടുക്കുക. അകത്താണ് നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നത്. ആദ്യം മയണൈസ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വൈറ്റ് കളറിലുള്ള മയണൈസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ മറ്റേത് ആഡ് ചെയ്യും. പിന്നെ ക്യാബേജ്, ലെറ്റൂസൊക്കെ ചെറുതായിട്ട് അതിനെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ടോപ്പിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ ഒരു സ്പൈസി മയണൈസ് ഉണ്ടാക്കിയല്ലോ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ.
ഇനിയാണ് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാൻഡ്വിച്ച് ഇതുപോലെ നേരെ കഴിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുമ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ടോസ്റ്റർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ യൂസ് ചെയ്യാം. സാൻഡ്വിച്ച് മേക്കർ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്താ പറയുക, പൊറോട്ടയുടെ പുറം ഭാഗം നല്ലൊരു ക്രിസ്പായിട്ട് വരും, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടും. ഇനിയിപ്പം ഈ ടോസ്റ്ററോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കറോ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈങ് പാന് ചൂടാക്കിയിട്ട് അതിൽ പൊറോട്ട ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ആ ഒരു ലൈൻസൊക്കെ വരും, ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ലൈൻസൊക്കെ വരും പൊറോട്ടയിൽ. അതുപോലെ പൊറോട്ട ചെറിയൊരു മുരുമുരാന്ന് ഉണ്ടാവും പുറമേ. ഇനിയിപ്പോൾ അത്ര മുരുമുരാന്ന് വേണ്ടാന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. കണ്ടോ, സോസൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സാധാ പൊറോട്ട സാൻഡ്വിച്ച് കഴിക്കുന്നതും ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നതും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ട സാൻഡ്വിച്ച്. പിന്നെ ഈ ഒരു സെയിം ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അകത്തും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പൊറോട്ട ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ പൊറോട്ടേൻ്റെ അകത്ത് ഇതുപോലെ ഫില്ലിങ് വെക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ.